ഹായ് ഫ്രണ്ട്സ്, ഞാൻ വിജയലക്ഷ്മി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ R4V ഗാർഡൻ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് മല്ലിയില കൃഷിയെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ വളരെ വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് മല്ലിയില കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ തുടക്കക്കാർക്ക് പോലും വളരെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ചൊക്കെ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. കൂടാതെ നമ്മൾ മല്ലിയില നടുമ്പോഴത്തേക്കും അതിൻ്റെ വിത്ത് എങ്ങനെയുള്ളത് സെലക്ട് ചെയ്യണം, കൂടാതെ മണ്ണൊരുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ കൃഷി സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കർഷക സുഹൃത്തുക്കളെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനും കാണാനായി ശ്രമിക്കണം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ടെറസ് ഗാർഡനിൽ ഗ്രോ ബാഗിൽ വളരുന്ന മല്ലിയിലയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇലകളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ പൂത്തിട്ടുമുണ്ട്. ഇതൊരു ചെറിയ വാട്ടക്കാനിലെ മല്ലിയിലയാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ എങ്ങനെയാണ് മല്ലി നട്ടെടുത്തത് എന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത്. മല്ലിയില കൃഷി ചെയ്യാനായിട്ട് നമുക്ക് മല്ലി വിത്ത് വേണം. അതിന് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് സപ്ലൈക്കിൽ നിന്ന് വാങ്ങിയിട്ടുള്ള മല്ലിയാണ്. അതിന് 2 പൊളന്ന് എടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഈ സപ്ലൈക്കിൽ നിന്ന് വാങ്ങുന്ന മല്ലി നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ വിത്തുകളും തന്നെ മുളച്ച് കിട്ടുന്നതാണ്. ബാക്കി കടയിൽ നിന്ന് വാങ്ങുന്ന മല്ലികളൊന്നും നമ്മൾ നട്ടിട്ടൊന്നും മുളച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാകുമ്പോൾ എല്ലാ വിത്തും തന്നെ മുളച്ച് കിട്ടും. വളരെ കുറവാണ് വിലയും എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നുകിൽ കുതിർത്തിട്ട് ഇതുപോലെ പൊളന്നെടുക്കാവുന്നതാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ കുതിർക്കാണ്ട് ചെയ്യാവുന്നതാണ്. മുഴുവനായിട്ടുള്ള മല്ലിയെ നമുക്ക് അമ്മിക്കല്ലിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്നാക്കി കഴിഞ്ഞാൽ അതെല്ലാം തന്നെ 2 പൊളന്ന് വരുന്നതാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അതെല്ലാം തന്നെ ഒരു ശബ്ദത്തോട് കൂടിയിട്ട് ഇങ്ങനെ പൊളന്ന് വരുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിതൊരു ഇടികല്ലിൻ്റെ ഒരു പീസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി വേണ്ടതെന്ന് പറയുന്നത് നമുക്ക് മല്ലിയില കൃഷി ചെയ്യാനായിട്ടുള്ള മണ്ണൊരുക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്, എല്ലുപൊടി, പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെയുള്ള വേണ്ടതെന്ന് പറയുന്നത് മണ്ണാണ്. ഇത് കുമ്മായ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ്. കുമ്മായ അല്ലെങ്കിൽ നമുക്ക് ഡോളമൈറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നേരത്തെ മണ്ണിൽ കുമ്മായം ചേർത്ത് വെച്ചേക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇത് നടുന്ന കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്യൂഡോമോണസ് ആണ്. അപ്പം നമുക്ക് മണ്ണിലേക്ക് അല്പം സ്യൂഡോമോണസും കൂടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം എന്ന് പറയുന്നത് ഈ ചെടിയെല്ലാം തന്നെ മുളച്ച് വരുമ്പോൾ ഈ വളങ്ങളൊക്കെ ഇടുമ്പോൾ ഈ ചാണകപ്പൊടിയിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ചെടിയിൽ ഒരു പൂപ്പൽ പോലെ വന്നിട്ട് എല്ലാം നശിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് നമുക്ക് നടുന്ന കൂട്ടത്തിൽ കുറച്ച് സ്യൂഡോമോണസും കൂടി മണ്ണിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ സ്യൂഡോമോണസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മണ്ണിനെ ഈ വളമൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനെല്ലാം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഗ്രോ ബാഗിലോ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ നമുക്ക് നടാനുള്ള പോട്ടിലോട്ട് നമുക്ക് നിറച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിവളമായിട്ട് ചാണകപ്പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ ആട്ടിൻ വളമോ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ കമ്പോസ്റ്റോ ഒക്കെ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മണ്ണിന് നല്ല ഫലഭൂഷ്ടമാക്കിയിട്ട് വേണം നമ്മൾ ഏത് ചെടിയായാലും നട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചാണകപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് അടിവളമായിട്ട്. അപ്പം ഞാൻ ഒരു ചെറിയ വാട്ടർ ക്യാനാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് മണ്ണെല്ലാം തന്നെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മണ്ണിൽ ഞാൻ ചകിരിച്ചോറും മരപ്പൊടിയും ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അപ്പോൾ അതൊന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ഒത്തിരി ഇളക്കമുള്ള മണ്ണായിരുന്നാൽ ഈ ചെടി മുളച്ച് വരുമ്പോൾ അതിൻ്റെ കാല് നല്ല നീളമുള്ളതായിരിക്കും. അപ്പോൾ എല്ലാം തന്നെ മറിഞ്ഞ് വീഴുന്നതാണ് നമ്മൾ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ. അപ്പോൾ നമ്മൾ ഇതിൽ അതൊന്നും ചേർക്കാണ്ട് വേണം നടാനായിട്ട്. ഇനി മണ്ണിങ്ങനെ ഇതുപോലെ ഒരുക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കതിൽ കുറച്ച് വെള്ളം ഉപയോഗിച്ച് ഈ മണ്ണിനെ ഒന്ന് സെറ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ വിത്ത് നട്ടു കൊടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ നടുന്ന കണ്ടെയ്നറിൽ നമ്മൾ സുഷിരങ്ങൾ ഇട്ടിരിക്കണം ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട്, ഇല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കും. അപ്പം വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടി ഹോൾ ഇട്ട് കൊടുക്കണം. ഇനി ഗ്രോ ബാഗ് ആയിരുന്നാൽ നമുക്കതിൽ ഹോൾസ് ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയതിന് ശേഷം വേണം നമ്മൾ മണ്ണ് നിറച്ച് കൊടുക്കേണ്ടതായിട്ട്. അപ്പോൾ മണ്ണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കുന്ന മണ്ണിൽ നട്ടാൽ എല്ലാം തന്നെ മുളച്ച് വരുന്നതാണ്. ഇനി നമുക്കിതിലോട്ട് വിത്ത് നട്ടു കൊടുക്കാം. വിത്തുകൾ നമ്മൾക്ക് കുതിർത്തിട്ട് നട്ടു കൊടുക്കാവുന്നതാണ്. ഞാൻ കുതിർക്കാണ്ടാണ് നട്ടു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന മണ്ണിലോട്ട് വിത്തുകളൊക്കെ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കട്ടിക്കാണ് ഈ സംഭവം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം തന്നെ പൊടിച്ച് വരുമ്പോൾ ഒന്നും തന്നെ ചരിഞ്ഞ് വീഴത്തില്ല, എല്ലാം നല്ലതായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മേൽ ഭാഗത്ത് കൂടി മണ്ണിട്ട് കൊടുക്കണം.
അപ്പോൾ ഇതിനെ കവർ ചെയ്യത്തക്ക രീതിയിൽ ഒരു ചെറിയ ലെയറിൽ നമുക്കിതുപോലെ മണ്ണിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോഴേ എല്ലാ ചെടിയും മുളച്ച് വരുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ നിൽക്കത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ മറിഞ്ഞ് വീഴുന്നതാണ്. അപ്പോൾ ഇതുപോലെ വേണം ഇട്ട് കൊടുക്കാനുള്ള. എല്ലാ വിത്തുകളും തന്നെ മുളച്ച് വരുന്നതാണ്. ഇനി വെള്ളം ഒത്തിരി കുത്തി ഒഴിക്കാണ്ട് ജസ്റ്റ് സ്പ്രേ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു ചെറിയ നനവിൻ്റെ ആവശ്യമേ ഒരു 7 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ വിത്തുകളൊക്കെ തന്നെ മുളച്ച് വരുന്നതാണ്. നമ്മൾ കുതിർത്തിട്ട് നടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസം മുന്നെയൊക്കെ മുളച്ച് വരുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിതിൻ്റെ മുകൾ ഭാഗത്ത് കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ വിത്തുകളൊക്കെ തന്നെ കുറച്ച് മുകൾ ഭാഗത്തായിട്ടാണ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ മീതിയിൽ കുറച്ചും കൂടി മണ്ണിട്ട് കൊടുക്കണം. ഈ കാണുന്ന സ്ഥലത്തൊന്നും മണ്ണിങ്ങനെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം. എങ്കിലേ നമ്മുടെ വിത്തുകളെല്ലാം മുളച്ച് വരുമ്പോൾ എല്ലാ ചെടികളും നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സ്പ്രേയർ വെച്ചിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതെൻ്റെ ടെറസ് ഗാർഡനിലെ മല്ലിയിലകളാണ്. അപ്പോൾ എല്ലാം തന്നെ നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നീളമൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് ഇതിൻ്റെ ഗ്രോ ബാഗ് കുറച്ച് കീറിയപ്പോൾ ആ ഭാഗത്തുകൂടി മുളച്ച് വന്നിട്ടുള്ള ഒരു മല്ലിച്ചെടിയാണ്. അത് നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ചെറിയ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ വെച്ചിരിക്കുന്ന മല്ലിയിലകളാണ്. അപ്പോൾ അത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ ഈ മല്ലിയൊക്കെ ഞാൻ നട്ട് കഴിഞ്ഞതിന് ശേഷം നല്ല വെയിലത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡെയിലി നനച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല വെയിലാണെന്നുണ്ടെങ്കിൽ 2 നേരം നനയ്ക്കേണ്ടി വരും. ഇല്ല കുറച്ച് തണലത്തിരിക്കുകയാണെങ്കിൽ ഡെയിലി ഒരു പ്രാവശ്യം നനച്ചു കൊടുത്താൽ മതി. ഇതെല്ലാം തന്നെ നല്ല വെയിലത്തിരുന്ന ചെടിയാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട്. ഈ മല്ലിയില വന്നിട്ട് നല്ല രീതിയിൽ പൂത്തിട്ടുമുണ്ട്. അപ്പോൾ ഇതാണ് മല്ലിയുടെ പൂക്കൾ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെറിയ വെള്ളപ്പൂക്കളാണ് ഇതിനുള്ളത്. നമ്മുടെ വീട്ടിലെ മല്ലി നല്ല മണമാണ് ഇത് വന്നിട്ട് ഇതിൻ്റെ ഇലകൾക്കൊക്കെ തന്നെയും. ഇത് ചെറിയ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ വളർത്തിയെടുത്തിട്ടുള്ള മല്ലി ഇലകളാണ്. അപ്പോൾ എല്ലാം തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഈ മല്ലിയിലകളൊക്കെ തന്നെ നല്ല നീളത്തിനുള്ള മല്ലിച്ചെടിയാണ്. താഴ്ന്ന് നോക്കിയാലായിട്ട് അറിയാൻ വേണ്ടി സാധിക്കും. ഇതിൻ്റെ മണ്ണെന്ന് പറയുന്നത് നോക്കി ഒത്തിരി കട്ടിയുള്ള മണ്ണാണ് ഇതൊക്കെ തന്നെയും. അത് നല്ല രീതിയിൽ തന്നെ നിൽപ്പുണ്ട്. പിന്നെ കുറച്ചേറെ ഇളക്കമുള്ള മണ്ണിൽ നട്ട് കഴിയുമ്പോഴത്തേക്കും ഇത് വെള്ളം ഒഴിക്കുമ്പോൾ എല്ലാം തന്നെ മറിഞ്ഞു വീഴുന്നതാണ്. അപ്പോൾ നമ്മൾ ചെടികളൊക്കെ കുറേ തന്നെ പോകുന്നതാണ്. കുറച്ചൊക്കെ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ 2 മണ്ണിലും കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വേഗം തന്നെ എല്ലാം നശിച്ചു പോകുന്നതാണ്. അപ്പോൾ അല്പം കട്ടിയുള്ള മണ്ണിൽ ഇതുപോലെ നട്ട് കഴിഞ്ഞപ്പോൾ എല്ലാം തന്നെ നല്ല രീതിയിൽ നിവർന്ന് നിൽക്കുന്നതാണ്. ബാക്കിയെല്ലാം തന്നെ വേഗം ഇങ്ങനെ മറിഞ്ഞു പോകുന്നതാണ്. ഒത്തിരി ഹൈറ്റ് വെക്കുന്നതാണ് അതിൻ്റെ തണ്ടിന്. ഇതിൻ്റെ കാട്ടി ഹൈറ്റാണ് അതിന് വന്നിട്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല നീളമൊക്കെ വെച്ചിട്ടുണ്ട്. എങ്കിലും ഇതുപോലെ മണ്ണിൽ ഞാൻ നട്ടപ്പോഴത്തേക്കാണ് എനിക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതും നല്ല രീതിയിൽ നിൽപ്പുണ്ട്. പിന്നെ ഈ വാട്ടർ ക്യാനിലുള്ളതെന്ന് പറയുന്നത് അതും നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് വെള്ളം മാത്രം മതി. ഈർപ്പം ഇല്ലയെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല വെയിലാണെന്നുണ്ടെങ്കിൽ 2 നേരം ചിലപ്പോൾ നനയ്ക്കേണ്ടി വരും. അപ്പോൾ അപ്പോഴും ഒത്തിരി വെള്ളം കോരി ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് മാത്രം. പിന്നെ ഈ മല്ലി ഇലകൾ കുറച്ച് വലുതായി വന്നപ്പോഴത്തേക്കും, അതായത് ഒരു 7 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇതെല്ലാം മുളച്ചു വന്നത്. അതിന് പിന്നെ ഞാൻ സ്യൂഡോമോണസ് അതിന് 20 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയുടെ ചുവട്ടിലൊക്കെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ചെറിയൊരു പൂപ്പൽ പോലെ വന്നിട്ട് ഇതിൻ്റെ വേര് ഭാഗം വന്നിട്ട് എല്ലാം തന്നെ നശിച്ചു പോകുന്നതാണ്. അപ്പോൾ വളർന്നു വരുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ അതിന് സ്യൂഡോമോണസിൻ്റെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ചെടിക്ക് നല്ല രോഗപ്രതിരോധ ശേഷി വരാനും ചെടി നല്ല ആരോഗ്യത്തോടുകൂടി വളർന്നു വരാനും നമുക്ക് സ്യൂഡോമോണസ് ഒന്ന് തളിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഈ മല്ലിയിലകൾക്ക് കൊടുത്തിട്ടുള്ള വളമെന്ന് പറയുന്നത് പച്ചച്ചാണകവും കടലപ്പിണ്ണാക്കും ശർക്കരയും കൂടി 5 ദിവസം വെച്ച് പുളിപ്പിച്ചെടുത്തതിൽ നിന്ന് 1 ഗ്ലാസ് എടുത്ത് അതൊരു 10 ഗ്ലാസ് വെള്ളവും ചേർത്ത് നേർപ്പിച്ചാണ് ഇതിൻ്റെ ചുവട്ടിലൊക്കെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് രണ്ടുമാണ് ഇതിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അടിവളമായിട്ട് നമ്മൾ ചാണകപ്പൊടിയാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ മതി നമുക്ക് മല്ലിയില വീട്ടിൽ വളർത്തിയെടുക്കാനായിട്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മണ്ണ് മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് സ്യൂഡോമോണസ് ചേർത്ത് കൊടുക്കണം. വളർന്നു വരുമ്പോൾ ഒരു പ്രാവശ്യം സ്യൂഡോമോണസ് അതിൻ്റെ ചുവട്ടിലെ ഇലകളിലൊക്കെ തന്നെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ്. കൂടാതെ മണ്ണെന്ന് പറയുന്നത് ഒത്തിരി ഇളക്കമില്ലാത്ത മണ്ണിൽ നടുന്നതാണ് എപ്പോഴും നല്ലത്.
അപ്പോൾ ഇത്രയും മാത്രം ചെയ്താൽ നമുക്ക് നല്ല കാട് പോലെ മല്ലിയില വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. വളരെ ഈസിയാണ്. നമുക്കിനി ചെറിയ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലും 1 ലിറ്റർ ബോട്ടിലൊക്കെ തന്നെ ഇതുപോലെ നട്ടു കൊടുക്കേണ്ടതാണ്. പിന്നെ ഇത് വളർന്നു വന്നപ്പോൾ ഞാൻ പ്രത്യേകിച്ച് മണ്ണൊന്നും ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. ചാണകപ്പൊടി ഒന്നും തന്നെ ഇട്ട് കൊടുത്തില്ല. അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ തണ്ട് ചെറുതായതുകൊണ്ട് അധികം ബലമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അഴുകി പോകുന്നതാണ്. അപ്പോൾ ആദ്യം അടിയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള വളം ചാണകപ്പൊടി മാത്രമാണ്. അപ്പോൾ അതാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് പച്ചച്ചാണകവും കടലപ്പിണ്ണാക്കൊക്കെ ചേർത്തിട്ടുള്ള പുളിപ്പിച്ച മിശ്രിതം നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ള വളപ്രയോഗം എന്ന് പറയുന്നത്. കീടനിയന്ത്രണ മാർഗം എന്ന് പറയുന്നത്, ഇതിന് ഒരു കീടവും തന്നെ ആക്രമിച്ചിട്ടില്ല. നോക്കിയാൽ അറിയാം, ഞാൻ ഇതിന് ഒരു ജൈവ കീടനാശിനിയും തന്നെ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ചെടിക്ക് ഇതുവരെയും കൃഷി ചെയ്തിട്ട് ഒരു ജൈവ കീടനാശിനി ഉപയോഗിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം ഒരു കീടങ്ങളും ഇതിനെ വന്ന് ആക്രമിക്കുന്നില്ല എന്നുള്ളതാണ്. വെള്ളീച്ചയും എലിപുട്ടോ ഒന്നും തന്നെ ആക്രമിച്ചിട്ടില്ല. അപ്പോൾ ഇതിനൊരു ജൈവ കീടനാശിനിയുടെയും ആവശ്യമില്ല. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിഷരഹിത ഒരു പച്ചിലയാണിത്. അപ്പോൾ മല്ലിയില കൃഷി ചെയ്യാൻ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീട്ടിലൊരു ചെടിയെങ്കിലും വച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്